എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 57 ഇന്ന് ആരംഭിക്കണം. ഈ 57ാമത്തെ അധ്യായത്തില് ശതധന്വാവിന്റെ വധം, സ്യമന്തകമണി അക്രൂരന് സമർപ്പണം, സത്രാജിത്ത് ഭഗവാന് മണി കൊണ്ടുവന്നു കൊടുത്തപ്പോൾ ഭഗവാൻ അതിനെ സ്വീകരിക്കാഞ്ഞതിനുള്ള കാരണം, വിഷയാസക്തന്മാരായ ജനങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാത്ത അർത്ഥം അനർത്ഥഹേതുവായി ഭവിക്കും എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത് ഒന്നുകൂടി പൂർണ്ണമായിട്ട് തെളിയിക്കല്. ഇതൊക്കെ ഈ കഥകള്, ഇങ്ങനെയുള്ള കഥകളൊക്കെ ഈ അധ്യായത്തില് അടങ്ങിയിരിക്കണം. ഭഗവാൻ മണി സ്വീകരിച്ചാൽ അത് നിമിത്തം സത്രാജ്യത്തിന് പിന്നെ ദോഷം ഉണ്ടാവില്ല. പക്ഷേ ഭഗവാന്റെ ആജ്ഞ ലംഘിക്കല്ലേ ചെയ്തത്. അപ്പൊ അതിന്റെ ഫലം മുഴുവനും സത്രാജ്യത്തിന് അനുഭവമായി എന്ന ബോധം ജനങ്ങൾക്ക് സ്പഷ്ടമായിട്ട് ഉണ്ടാകണം. ഇങ്ങനെയുള്ള അഭിപ്രായത്തോടുകൂടി ഭഗവാൻ ദ്വാരകയിൽ നിന്ന് ഹസ്തിനപുരത്തേക്ക് പോയ കഥ ആരംഭിക്കുകയാണ്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ സപ്തപഞ്ചാശത്തമോധ്യായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈഃ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. യോऽन्तः പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്നാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗണപതയേ നമഃ. സംസരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. വിജ്ഞാതാർത്ഥോപി ഗോവിന്ദോ ദഗ്ധാനാകർണ്യ പാണ്ഡവാൻ കുന്തിം ച കുല്യകരണേ സഹരാമോ യയോ കുരു. ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, സകല ശരീരങ്ങളിലും ഇന്ദ്രിയ നിയന്താവായിരിക്കുകയാൽ ശ്രീ ഗോവിന്ദൻ എന്ന് പ്രസിദ്ധനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരും കുന്തിയും അരക്കില്ലം ദഹിപ്പിച്ചപ്പോ അതോടുകൂടി ദഹിച്ചിട്ടില്ല. ആ ഗുഹയിൽ കൂടി അരക്കില്ലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള പരമാർത്ഥം ഭഗവാൻ അറിയാം. എങ്കിലും പാണ്ഡവന്മാരും കുന്തിയും ദഹിച്ചുപോയി എന്ന് ജനങ്ങൾ പറയുന്നത് കേട്ടപ്പോ ബന്ധുമര്യാദ നടത്താൻ വേണ്ടി ബലരാമനോടുകൂടി കുരു രാജ്യങ്ങളുടെ മധ്യത്തെ പ്രകാശിക്കുന്ന ഹസ്തിനപുരം എന്ന മഹാരാജധാനിയിലേക്ക് പോയി. ഭീഷ്മം കൃപം സവിതുരം ഗാന്ധാരിം ദ്രോണമേവ ച തുല്യ ദുഃഖൗച സംഗമ്യ ആ കഷ്ടം ഇതി ഓചതു. ശ്രീകൃഷ്ണനും ബലരാമനും കുന്തിയും പാണ്ഡവന്മാരും മരിച്ചു എന്ന വിചാരത്താൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷ്മര്, കൃപര്, വിതുരര്, ദ്രോണര്, ഗാന്ധാരി ഇവരെയൊക്കെ ചെന്ന് കണ്ടു. ഭഗവാൻ അറിയാം അവര് മരിച്ചിട്ടില്ല എന്നാലും അവരോടൊപ്പം വ്യസനിച്ചുകൊണ്ട് വളരെ കഷ്ടമായിട്ടോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് സങ്കടം അഭിനയിച്ചു.
ദുര്യോധനാദികൾക്ക് എന്താ, അവർക്ക് സന്തോഷല്ലേ, അവർക്ക് വ്യസനമൊന്നും ഇല്ലാത്തവര് അവരെ കാണാനും പോയില്ല ഭഗവാൻ. അതാണ്, ഇവരെ മാത്രമേ കാണാൻ പോയില്ല. പാണ്ഡുപുത്രന്മാര് മരിച്ചിട്ടില്ല. അറിയാവുന്ന ഒരാളുണ്ട്, വിതുരൻ അല്ലെ. വിതുരനും ദുഃഖം അഭിനയിച്ചുകൊണ്ട് ഇരുന്നു. വിതുരനാണല്ലോ അവരെ രക്ഷിച്ചത്. ലബ്ധൈതദന്തരം രാജൻ ശതധന്വാനമൂചതു അക്രൂരകൃതവർമാണോ മണി കസ്മാന്ന ഗൃഹ്യത്തെ. ശ്രീകൃഷ്ണനും ബലരാമനും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് സത്രാജിത്തിനെ വധിക്കാൻ ഏറ്റവും നല്ല സമയം ഇത് തന്നെയാണ് എന്ന് അക്രൂരനും കൃതവർമാവിനും മനസ്സിലായി. അക്രൂരൻ ശരിക്കു പറഞ്ഞ ശ്രീകൃഷ്ണന്റെ പരമഭക്തനാണ്. എന്താ അക്രൂരന് ഇങ്ങനെ ദുർബുദ്ധി തോന്നിയ അറിയില്ല, അതെ അല്ലെ. ഭഗവാന്റെ ഇച്ഛ തന്നെ ആയിരിക്കും ഇതൊക്കെ. അങ്ങനെ അക്രൂരന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു ദോഷ വിചാരം കടന്നുകൂടി. അതും ഭഗവത് പ്രേരണ നിമിത്തമായിരിക്കാം. അങ്ങനെ ഈ വിചാരത്തോടു കൂടി അക്രൂരനും കൃതവർമാവും കൂടി ശതധന്വാവിന്റെ അടുത്തെത്തി. എന്നിട്ട് പറയാണ്, നിനക്കേ സെമന്തകം എന്ന ആ ദിവ്യരത്നം സ്വാധീനപ്പെടുത്താൻ ഏറ്റവും നല്ല അവസരം ഇതാ. എന്താ നീ അതിന് പരിശ്രമിക്കാത്തത് എന്ന് ശതധന്വാവിനോട് ചോദിക്കുകയാണ്. രണ്ടാളും കൂടി ചെന്നിട്ട്, യോസ്മഭ്യം സംപ്രതി ശ്രുത്യ കന്യാരത്നം വിഗർഹ്യന കൃഷ്ണായാദാന്ന സത്രാജിത് കസ്മാൽ ഭ്രാതരമന്യാൻ. അപ്പൊ ഈ സത്രാജിത്ത് ജീവിച്ചിരിക്കുമ്പോ മണി എങ്ങനെയാ അദ്ദേഹത്തിൽ നിന്ന് എടുക്കുക? ആ സത്രാജിത്ത് നമുക്ക് എന്താ അപരാധം ചെയ്തത് എന്നാണെങ്കിൽ ഇതാ പറയണം, സത്രാജിത്തിന്റെ പുത്രിയായിട്ടുള്ള സത്യഭാമയെ നമുക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ അല്ലെ. അതൊട്ടും ഓർക്കാതെ നമ്മളെ വെറും വീട്ടികളാക്കിയിട്ട് ആ കന്യാരത്നത്തെ ശ്രീകൃഷ്ണനായിട്ട് കൊടുത്തില്ലേ സത്രാജിത്ത്. അപ്പോ അവന്റെ സഹോദരനായ പ്രസേനന്റെ പിന്നാലെ അയക്കാൻ എന്താ കാരണം? പ്രസേനൻ മരിച്ചതുപോലെ സത്രാജിത്തും മരിക്കേണ്ടവനാ. അതുകൊണ്ട് സത്രാജിത്തിനെ കൊന്ന് മണി എടുക്കണം. അതാണ് ഇവര് പറഞ്ഞതിന്റെ സാരം. ഏവം ഭിന്നമതിസ്ഥാഭ്യാം സത്രാജിതമസത്തമ ഗയാനമവധിയിൽ ലോഭാൽ സപാപക്ഷീണ ജീവിത. അക്രൂരനും കൃതവർമാവും ഇങ്ങനെ പറയണത് കേട്ടപ്പോ ശതധന്വാവിന്റെ ബുദ്ധി ശരിയാത്, ബുദ്ധിയിൽ അത് തന്നെ. അതേവരെ അദ്ദേഹം അത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അയാള്. ഇത് ശരിയാണല്ലോ, ഇപ്പത്തെ ഏറ്റവും നല്ല സമയ, ഇങ്ങനെ ചെയ്യണത് നല്ലത് തന്നെ. ശരി, നിങ്ങൾ പറഞ്ഞത് നന്നായിട്ട്, ഞാനതത്ര ആലോചിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ശതധന്വാവ് സ്വതേ പാപിഷ്ഠനാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം നശിക്കും. അതിനൊരു ഹേതുവായിട്ട് വരാൻ പോകും. അതാണ് ഇങ്ങനെ ഇവര് പറഞ്ഞപ്പോ തന്നെ അത് ശരിയാണെന്ന് സമ്മതിക്കാൻ കാരണം. മണി കിട്ടിയാലോ അധികം സ്വർണഭാരം, പ്രതിദിനം തനിക്ക് കിട്ടൂലോ എത്ര സ്വർണ എന്നുള്ള ധനത്തിനോടുള്ള ആശയം ഞങ്ങൾ അധികരിച്ചു. കൂട്ടന്നെ ചെന്ന് ഉറങ്ങിക്കിടക്കണ സത്രാജിത്തിനെ ഞങ്ങൾ വധിച്ചു. സ്ത്രീണാം വിക്രോശമാനാനാം ക്രന്ദന്തീനാം അനാഥവത് ഹത്വാ പശൂൻ സൗനികവൻ മണിമാതായ ജഗ്മിവാൻ. സത്രാജിത്തിന്റെ ഭാര്യമാര് ഞങ്ങൾ അനാഥകളായേ അഗതികളായേ എന്ന് പറഞ്ഞിട്ട് ഉറക്ക നിലവിളിച്ചു. അപ്പൊ സാക്ഷാൽ ഭഗവാനാണ് അവരുടെ ജാമാതാവ് അല്ലെ. മകളുടെ ഭർത്താവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു നാഥനുണ്ട് എന്ന് വിചാരിച്ച് അവര് വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ തൽക്കാലം ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അഗതികൾക്ക് തുല്യം കരഞ്ഞു, ഞങ്ങൾ അനാഥരായി. അങ്ങനെ ഉറക്ക കരയുന്ന ആ സ്ത്രീകളുടെ നേരെ ഒരു ദയയും കാട്ടാണ്ട് പക്ഷിമൃഗാദികളെ കൊന്നു തിന്ന് ജീവിക്കുന്ന വേടനോ കശാപ്പുകാരനോ ഒക്കെ, അവർക്ക് എങ്ങനെ അവര് ഒരു വിഷമം, കശാപ്പുകാരന്മാർക്ക് എന്തിനേയും കൊല്ലാനും ഒരു വിഷമം ഉണ്ടാവില്ല. അതുപോലെ ആ സത്രാജിത്തിനെ അങ്ങോട്ട് വധിച്ച് മണിയും എടുത്ത് ശതധന്വാവ് അങ്ങോട്ട് ഓടിപ്പോയി. സത്യഭാമാചപിതരം ഹതം വീക്ഷ്യ ശുചാർപ്പിത വെലബൽ താദ ഇതി ഹതാസ്മീതി മുഹ്യതി. അങ്ങോട്ട് കേട്ടു സത്യഭാമ അച്ഛനെ വധിച്ചു എന്നുള്ളത്. ശതധന്വാവാണ് സത്രാജിത്തിനെ വധിച്ചത് എന്നുള്ള ആ വർത്തമാനം അങ്ങോട്ട് അറിഞ്ഞ സത്യഭാമ ഉടനെ ഗൃഹത്തിൽ ചെന്നു. ആ കൊല്ലപ്പെട്ട പിതാവിനെ കണ്ടപ്പോ അച്ഛാ താതാ ഞാന് കൊല്ലപ്പെട്ടു, അങ്ങനെയാണ് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഞാൻ കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞത്. താതാ ഹതാസ്മീതി, ഇനി ഞാൻ മരിച്ച പോലെയായി. എന്തിനാ അച്ഛൻ മരിച്ചതുകൊണ്ട് ഞാനും മരിച്ച പോലെയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉറക്ക കരഞ്ഞ നേരെ അവിടെ മോഹാലസ്യപ്പെട്ട് അങ്ങോട്ട് വീണു.
മോഹാലസ്യപ്പെട്ട് ഉണർന്നപ്പോ ദാ അച്ഛന്റെ മൃതദേഹം തൈലദ്രോണിയിൽ ഇട്ട് സംരക്ഷിക്കുന്നു. തൈലദ്രോണ്യാമൃതം പ്രാസ്യ ജഗാമഗജസാഹ്വയം കൃഷ്ണായ വിദിതാർത്ഥായ. തൈലദ്രോണ്യാമൃതം പ്രാസ്യ ജഗാമഗജസാഹ്വയം കൃഷ്ണായ വിദിതാർത്ഥായ തപ്താചക്ഷു പിതൃവധം. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇല്ലല്ലോ. വേഗം പിതാവിന്റെ മൃതശരീരം എണ്ണത്തോണിയിലിട്ട് സംരക്ഷിക്കാൻ വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്തു സത്യഭാമ. ഉടനെ തന്നെ ഹസ്തിനപുരത്തിലേക്ക് അങ്ങോട്ട് പോയി ഭഗവാനെ കാണാനായിട്ട്. നടന്ന വൃത്താന്തം മുഴുവനും ഭഗവാനോട് പറഞ്ഞു കരഞ്ഞു സത്യഭാമ. സർവാന്തര്യാമിയായ കൃഷ്ണന്റെ അടുത്ത് ചെന്ന് വളരെ ദുഃഖത്തോടെ പിതൃവധ വർത്തമാനം അറിയിച്ചു. ഭഗവാനെല്ലാം അറിയാമെങ്കിലും അയ്യോ പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത മാതിരി സാധാരണ മനുഷ്യരെ പോലെ ഇതൊക്കെ പറയണു അടുത്ത ശ്ലോകത്തില്. തഥാകർണേശ്വരോ രാജൻ അനുസൃത്യ നൃലോകതാം അഹോ ന പരമം കഷ്ടം ഇത്യസ്രാക്ഷോ വിലേപതു. എല്ലാം അറിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നത് നല്ലോണം അറിയാം. എന്നാലും സത്യഭാമ പറഞ്ഞ വർത്തമാനം കേട്ട ഉടനെ സാധാരണ ഒരു മനുഷ്യന്റെ രീതി അനുസരിച്ച് ശ്രീ ബലരാമനും ശ്രീകൃഷ്ണനും രണ്ടുപേർക്കും അറിയാലോ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോണതെന്നും സംഭവിച്ചതെന്നും ഒക്കെ അറിയാം. രണ്ടുപേരും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അയ്യോ കഷ്ടം കഷ്ടം, നമ്മൾക്ക് ഇത്ര വലിയൊരു സങ്കടം നേരിട്ടൂലോ പറഞ്ഞു ഉറക്കെ കരഞ്ഞു എന്നാ പറയണേ രണ്ടാളും. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.